തൊട്ടടുത്ത് 2 കിലോമീറ്ററിനകത്ത് ഇപ്പോൾ ഒരു വലിയ മേള നടക്കുന്നുണ്ട്. ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതല്ലേ? പക്ഷേ എനിക്ക് ഒരുപക്ഷെ ഇത് അതിശയോക്തിയായിട്ട് ഞാൻ പറയുന്നതല്ല, അത് കണ്ടപ്പോഴുണ്ടായതിനേക്കാൾ ഒരു സന്തോഷവും ഒരു ഉൾപ്പുളകവും ആ വാക്ക് തന്നെ പറയട്ടെ. ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട്, ഞങ്ങളൊക്കെ ഈ 7ാം ക്ലാസ്സിലെ 5ലൊക്കെ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന 1-2 കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളൊക്കെ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളെ അക്ഷരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ കരയുമായിരുന്നു. ഇപ്പം ഈ അക്ഷരങ്ങളൊക്കെ അവരെഴുതിയാണെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ നല്ല പരീക്ഷണങ്ങൾ നടത്തി ഇതാ ഇപ്പോൾ വിൻഡ് സ്ക്രീൻ ഉണ്ടാക്കി അതിൽ നിന്ന് ലൈറ്റൊക്കെ കത്തിച്ച് ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളിവിടെ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ചെറിയ വലിയ കാര്യങ്ങൾ, ഇത് ഭാവിയിലെ നമ്മുടെ ലോകത്തെ നിയന്ത്രിക്കുന്ന പത്രവിൽപ്പനക്കാരനായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാശാസ്ത്രജ്ഞനായി മാറിയത്. നമ്മുടെ പ്രസിഡന്റായി എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു മഹാശാസ്ത്രജ്ഞനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഇനി ആരെല്ലാം ഭാവിയിൽ ഗ്ലോബൽ ഫെസ്റ്റിലൊക്കെ അവതരിപ്പിക്കാൻ തക്കവണ്ണമുള്ള ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായി മാറും എന്നെനിക്ക് പറയാൻ വയ്യ. ഒരുപക്ഷേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്കൊക്കെ അത് കാണാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും നിങ്ങൾ അങ്ങനെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾ ഈ നടത്തിയിട്ടുള്ള അവിസ്മരണീയമായിട്ടുള്ള ഈ എക്സിബിഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്തായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ, പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ. ഇനിയും നിങ്ങളെ കൊണ്ട് ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ തെളിവുകളാണ് നിങ്ങളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ നിങ്ങളുടെ ബ്രെയിൻ വർക്കുകൾ മുമ്പോട്ട് പോട്ടെ, പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ പ്രതിപാദിച്ചതുപോലെ വളരുന്ന ശാസ്ത്രലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി നിങ്ങൾക്ക് വളരാൻ കഴിയട്ടെ. മനുഷ്യൻ തോറ്റു, ശാസ്ത്രം ജയിച്ചു എന്ന് പറയുന്നത് അതിപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ലോകശ്രദ്ധ നേടിയിട്ടുള്ള സയൻസ് ഫെസ്റ്റിവലാണ് ഇപ്പോൾ നമ്മുടെ സ്വദേശമായ തോന്നയ്ക്കൽ സയൻസ് പാർക്കിനകത്ത് നടക്കുന്നത്. നിങ്ങളെല്ലാവരും അതിനകത്ത് പോയി കാണണം. ഞാൻ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചപ്പോൾ ഒരു ആദിവാസികളായിട്ടുള്ള 5 പ്രതിമകൾ, ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ജീവിച്ചിരുന്ന 5-6 മനുഷ്യർ, സ്ത്രീകളടക്കമുള്ളവർ പെട്ടെന്ന് നമ്മുടെ ഒരു പ്രത്യേക ഡിജിറ്റൽ സംവിധാനത്തിലൂടെ നമ്മളെ മുമ്പിലേക്ക് അവർ എത്തപ്പെടുകയാണ്. ആ ഓഡിയൻസിൻ്റെ പിറകിലായിട്ട് നമ്മളെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇത്രമാത്രം നമ്മളെ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലോകത്തിൽ എവിടെയും നമ്മുടെ ഗ്രഹങ്ങളിലടക്കം പോകാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ഇപ്പോൾ ചന്ദ്രയാൻ 3 അടക്കം ഒരു കുട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്, ബോധവൽക്കരണം നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് തീർച്ചയായിട്ടും ഞാൻ ഈ കുട്ടികളെ ഈ മേളയിലേക്ക് സംഘടിപ്പിക്കുവാനും അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സജ്ജരാക്കുവാനും കഴിഞ്ഞ അധ്യാപകരെ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങളെ കൂടെ ഒരു എഫർട്ട് കൊണ്ടാണ് കുട്ടികൾ ഇത്തരം സംരംഭത്തിലേക്ക് എത്താൻ കഴിയുന്നത്. നമ്മുടെ ശാസ്ത്രമേളകൾ വരുന്ന നാളുകളിൽ കൂടുതൽ ജില്ലകളിലേക്കും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലേക്കും ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുവാനും നമ്മുടെ തോന്നയ്ക്കൽ സ്കൂളിലെ സംസ്ഥാന തലത്തിലെ മികച്ച ശാസ്ത്രമേളകളിൽ ഒന്നായി തിരഞ്ഞെടുക്കുവാനും
സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനിവിടെ ഈ പ്രായത്തിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മുടെ സ്കൂളിന് 25 കൊല്ലമായതിൻ്റെ രജത ജൂബിലി ആഘോഷം നടന്നത്. ആ സമയത്ത് അവനൊരു കൊച്ചു റോക്കറ്റിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വലിയ രൂപം ഏതോ ചേട്ടന്മാരൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പേ ചെന്ന് ഞാനിങ്ങനെ വെള്ളം കടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ അന്ന് ആ രജത ജൂബിലി മാഗസീനിൽ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ഇന്നോവേറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ വളരെ സന്തോഷത്തോടെ വീട്ടിൽ മോനും 2 ദിവസം അതിൻ്റെ പുറകെയൊക്കെ ആയിരുന്നു അവനും ചെയ്തു. നമുക്ക് അവസരം കിട്ടിയാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അതിന് അവസരം തരുന്ന അധ്യാപകരെ അഭിനന്ദിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. നിങ്ങളുണ്ടാക്കിയ മോഡലുകൾ മാത്രം ശ്രദ്ധിക്കാതെ ബാക്കിയുള്ളവരുണ്ടാക്കിയ എല്ലാ ക്ലാസ്സിലും പോകില്ലേ ടീച്ചർ, എല്ലാ ക്ലാസ്സിലും പോയി ഓരോരുത്തരും ചെയ്ത മോഡലുകൾ കണ്ട് അതിൽ നിന്നൊക്കെ ഒരു എനർജിയും പുതിയ ഐഡിയകളും ഡെവലപ്പ് ചെയ്ത് വലിയ നല്ല നിലകളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.